ഏതൊരു അമലും ശരിയാവണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പോ ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ നിയ്യത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് അമലുകളും സ്വഹീഹാവുക നിയ്യത്തുകളെ കൊണ്ട് മാത്രം. ഇതാണല്ലോ ശാഫിഈ മദ്ഹബ്. നിസ്കാരം സ്വഹീയാകണമെങ്കിൽ നിയ്യത്ത് വേണം, നോമ്പ് സ്വഹീയാകണമെങ്കിൽ നിയ്യത്ത് വേണം, അതുപോലെ തന്നെ ഉളുഹിയ്യത്ത് സ്വഹീയാകണമെങ്കിൽ നിയ്യത്ത് വേണം, സക്കാത്ത് നിയ്യത്ത് വേണം. അപ്പോൾ ഉളുഹിയ്യത്തിന് നിയ്യത്ത് വേണം. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉളുഹിയ്യത്തിന് രണ്ടാൽ ഒരു സമയത്ത് നിയ്യത്ത് വെക്കാം. ഒന്ന്, മൃഗത്തെ നിർണയിക്കുന്ന സമയം. മൃഗത്തെ നിർണയിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാം. നമ്മളൊരു മൃഗം വാങ്ങി അത് സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ മൃഗമാണെങ്കിൽ അപ്പോൾ എന്തു ചെയ്യാം? ഈ മൃഗം എൻ്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താകുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ നിയ്യത്തായി. ഇനി അറക്കുമ്പോൾ വേറെ നിയ്യത്തിന്റെ ആവശ്യം ഇല്ല. അല്ലെങ്കിൽ അറക്കുന്ന സമയത്ത്, ആ മൃഗത്തെ അറുക്കുന്ന സമയത്ത് സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്ത്, ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താകുന്നു എന്ന് മനസ്സിൽ കരുതുക. ഷെയർ കൂടിയ ആളുകളാണെങ്കിലോ, മൃഗം 7 ആളുകൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ടാൽ ആ നിർണയിക്കപ്പെട്ട മൃഗം അതിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ 7ൽ 1 എൻ്റെ ഉളുഹിയ്യത്താകുന്നു എന്ന് മനസ്സിൽ കരുതുക. അല്ലെങ്കിൽ അറക്കുന്ന സമയത്ത് ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താകുന്നു എന്ന് മനസ്സിൽ കരുതുക. അവിടൊക്കെ സുന്നത്താക്കപ്പെട്ടത് എന്ന് പ്രത്യേകം കരുതണം. അപ്പം 7 ആളുകൾ കൂടിയിട്ടാണെങ്കിൽ മൃഗം നിജപ്പെടുത്തിയതിന്റെ ശേഷം ആ മൃഗത്തിന്റെ അടുക്കൽ നിന്ന് ഇതിന്റെ 7ൽ 1 എന്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താകുന്നു എന്ന് മനസ്സിൽ കരുതുക. അല്ലെങ്കിൽ അറക്കുന്ന സമയത്ത് കരുതുക. ഇനി മൃഗം വാങ്ങി മറ്റൊരാളെ വക്കാലത്താക്കുകയാണെങ്കിൽ ആ മൃഗം ഇദ്ദേഹത്തിനെ വക്കാലത്താക്കി ഏൽപ്പിക്കുമ്പോൾ അപ്പോൾ മനസ്സിൽ കരുതാം ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താണെന്ന് മനസ്സിൽ കരുതാം. ഇനി മൃഗം അറക്കാൻ വേണ്ടി മറ്റൊരാളെ വക്കാലത്താക്കുകയാണ്, എന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യാം? ഇതെന്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താകുന്നു എന്ന് മനസ്സിൽ കരുതാം. ഇതൊക്കെ സുന്നത്താണെങ്കിൽ, അല്ല നിർബന്ധമായ ഉളുഹിയ്യത്താകും, അവിടെ ഇതെന്റെ ഉളുഹിയ്യത്താകുന്നു എന്ന് കരുതിയാൽ മതി. നിർബന്ധം എന്ന് കരുതിക്കൊള്ളണമെന്നില്ല. ഇനി എന്റെ നിർബന്ധമായ അല്ലെങ്കിൽ ഞാൻ നേർച്ചയാക്കിയ ഉളുഹിയ്യത്താകുന്നു എന്ന് കരുതാവുന്നതാണ്. അപ്പൊ അങ്ങനെ സുന്നത്താവുമ്പോൾ സുന്നത്ത് എന്ന് തന്നെ പ്രത്യേകമായി കരുതേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകൾക്കും ആ വിഷയത്തിൽ അബദ്ധം സംഭവിക്കാം. നിയ്യത്ത് വെക്കുമ്പോൾ ഇതെന്റെ ഉളുഹിയ്യത്ത് എന്ന് കരുതി നിർബന്ധമായി ഗണിക്കും. അപ്പോൾ അതിൻ്റെ മാംസം ഫുഖറാഇന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താകുന്നു എന്ന് നിയ്യത്ത് വെക്കണം. അത് മൃഗത്തെ നിജപ്പെടുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ അറുക്കുന്ന സമയത്തോ ആകാവുന്നതാണ്.